ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും മക്കളും ഇവിടെ ഹാപ്പിയാണ്, അൽഹംദുലില്ലാഹ് റാഹത്താണ് കേട്ടോ. പിന്നെ ഈ നോമ്പ് എത്ര പെട്ടെന്നാലേ നോമ്പ് കഴിഞ്ഞ് പോണത്. നോമ്പ് 22ാമത്തെ നോമ്പായി. പെട്ടെന്ന് തന്നെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഭയങ്കര ക്ഷീണം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ ഇപ്രാവശ്യത്തെ നോമ്പിന്? വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ 21ാമത്തെ നോമ്പിന് ഞങ്ങൾക്ക് നോമ്പറക്കലുണ്ടായിരുന്നു നാത്തൂൻ്റെ വീട്ടിലിട്ടാ. നാത്തൂൻ്റെ മാപ്പിള അളിയങ്ക ഇവിടെ ഇക്കാട് രണ്ടാമത്തെ പങ്ങളിട്ടാ. രണ്ടാമത്തെ അളിയൻ്റെ മരിച്ച ആണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഞങ്ങൾ അവിടെ നോമ്പറക്കലായിരുന്നല്ലോ, കാണ്ട് കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പറക്കാൻ ഞാനും മിക്കും മക്കളൊക്കെ വൈകുന്നേരം തന്നെ പോയിന്ന്. അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തിൽ തന്നെ കേട്ടോ പോയത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. പോയിട്ട് തിരിച്ച് അവിടുന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മളെ വ്ളോഗ് ചെയ്യണതും നമ്മളെ യൂട്യൂബിലൊന്നും ചിലപ്പോൾ ആർക്കും അറിയണ്ടല്ലോ, അവിടെ കുടുംബക്കാരൊക്കെ ഉള്ളതല്ലേ. പിന്നെ നമ്മളവിടെ ഇടയിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തോ എനിക്കൊരു കുറച്ചിൽ കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ എപ്പോഴും മടിയാണ്. അങ്ങനെ വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ല. ഇവിടുന്ന് കുറച്ച് മടത്തുള്ള വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നിന്നില്ല. കാരണം വലിയ വീഡിയോ എടുക്കാത്ത, അവിടുത്തെ വീഡിയോ എടുക്കാതെ പിന്നെ ഇവിടുത്തെ പോകുമ്പോൾ ഇറങ്ങുന്ന വീഡിയോ മാത്രം എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടത് കേട്ടോ. പിന്നെ അവിടെ പോയി 8:30 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. 8:30 മണിയായിരിക്കും ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ. അപ്പോൾ അവിടെ നോമ്പർക്കലും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് അവസാനമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നമുക്ക് 3 താറാവ്, കാടക്കൂട് പിന്നെ എപ്പോഴും അടച്ചിട്ടേക്കാറും. പിന്നെ താറാവ് ഉണ്ട് കേട്ടോ. 3 താറാവ് ഉണ്ടായിരുന്നു. നല്ല മുട്ടലുള്ള 3 താറാവായിരുന്നു കേട്ടോ. 2 പെടയും ഒരു പൂവനും ആണ് കേട്ടോ. ഇവിടെ വന്ന് വേഗത്തിൽ ഞാൻ വണ്ടി ഇറങ്ങിയ പാടന്നെ ഞാൻ കാടക്കൂട്ടിക്കാണ് ഓടിയതിട്ട്. താറാവുംകൂടുക്ക് ഓടിയതിട്ട് അടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അവരുടെ കൂട്ടിൽ താറാവേ ഇല്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് ആകെ ഷോക്കായിട്ടോ. കുറേ നേരം തൊടിയിലൊക്കെ നടന്നിങ്ങനെ ബബ്ബന്ന് വിളിച്ചാൽ പെട്ടെന്ന് അവർ വരും കേട്ടോ. അപ്പോൾ അത് വരുന്നുമില്ല. ആകെ ഒരു സങ്കടം കേട്ടോ. നോമ്പറക്കാൻ പോയി വന്ന് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ താറാവളെ കാണുന്നതായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടാണ്. കാരണം നമ്മൾ വേങ്ങര പോയി. ഞങ്ങളിപ്പോൾ ഇന്നാൾ വേങ്ങരക്ക് നോമ്പറക്കാൻ പോയി. വേങ്ങര പോയി കൂട് തുറന്നിച്ചാൽ നമ്മൾ പോയത്. പോയി വന്നപ്പോൾ താറാവാളെ കൂട് അടക്കലാണ് കേട്ടോ. കൂടിട്ടോ ഇക്കാടെ വണ്ടിയാണ് വിചാരിച്ചു. പിന്നെ എനിക്ക് മക്കളും കൂടി കാടമുട്ട വെക്കാൻ പോയതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, കുട്ടികൾക്ക് ഒഴിവാണ്. അപ്പോൾ ഇന്ന് മുട്ടക്കട ലീവാണ് കേട്ടോ. മുട്ടക്കട ലീവായപ്പോൾ കുട്ടികളെയും കൊണ്ട് ഓട്ടോ ആയിട്ട് പോകട്ടാം. അവിടെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോയിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും, മക്കൾ കൊണ്ടുപോയി കൊടുക്കും. ഇക്കടെ വണ്ടിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളും മിക്കയും കൂടി രാവിലെ തന്നെ, മക്കൾക്ക് ചെറിയൊരു നോലും പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടി രാവിലെ തന്നെ പോയതാണ് കേട്ടോ. കാടമുട്ട വെക്കാനായിട്ട് പോയതാണ്. പിന്നെ ഒരു വന്നതാന്ന് വിചാരിച്ചു, അതാ നിർത്തിയതിട്ടാ. അപ്പം അങ്ങനെ അവിടെ പോയി വന്നപ്പം നോമ്പൊക്കെ പറന്ന് എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കി ഇവിടെ കാടക്കൂട് തുറന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. കയറിക്കോട്ടെ വന്നിട്ട് അടക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നൊക്കെ ഒറ്റ താറാവില്ല. 3 താറാവിനെയും കൊണ്ടുപോയിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം കേട്ടോ. കാരണം നമ്മൾ മുട്ട കിട്ടുന്ന താറാവാണ്. പിന്നെ അതുമല്ല അങ്ങനെ ഒരിക്കലും നമ്മൾ എവിടേക്കും പോയി വരികയാണെങ്കിലും നമ്മൾ വൈകി വീട്ടിലെത്തുകയാണെങ്കിലൊക്കെ തുറന്ന് വെച്ചാൽ അവർ കയറും കേട്ടോ. അവർ കയറി ഇരിക്കാറുണ്ട്. പിന്നെ നമ്മൾ വന്നിട്ട് അടക്കലേ ഉള്ളൂ. അത് ഇതുവരെ പിടിച്ച് കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ എന്താണെന്നറിയില്ല, വന്നപ്പോൾ താറാവൊക്കെ പോയിക്കും. ഒറ്റ താറാവും കൂട്ടില്ല. ജന്തുക്കളെ പിടിച്ചതാണെങ്കിൽ നമ്മൾ കൂടിൻ്റെ ചുറ്റൊക്കെ തൂവലൊക്കെ ഉണ്ടാവും അല്ലേ. ഇത് തൂവലൊന്നും കാര്യങ്ങളൊന്നും കാണാനും ഇല്ല. പിന്നെ താറാവളെ കാണാനും ഇല്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടാവും, അടുത്ത വീട്ടിലോ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടാവും. രാവിലെ വരെയിരിക്കും വിചാരിച്ചുകൊണ്ട് പോയി കിടന്നിട്ടോ. പക്ഷെ രാവിലെ എണീറ്റപ്പോഴും താറാവളം എത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം. 3 താറാവളം നഷ്ടമായി എന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്നലത്തെ പേച്ചക്കത്തെ വിശേഷം അതും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് താത്ത പോന്നപ്പോൾ കുറച്ച് ചോറ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പേച്ചക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി നല്ല കട്ടൻ ചായ ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി. പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, പഴം പുഴുങ്ങുകയും ചെയ്ത്. ആദ്യം പറഞ്ഞിരുന്നു ബിരിയാണി ഒന്നും വേണ്ട, ബിരിയാണി ഒന്നും പേച്ചക്ക് തിന്നൂല, ചോറൊക്കെ വെക്കാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ബിരിയാണി തിന്നാ വേണ്ടത്തിലേക്ക് വേണമെങ്കിൽ പഴം പുഴുങ്ങുക, പഴം ഉണ്ടല്ലോ, അപ്പം ചോറും ചാറൊന്നും വെക്കണ്ട, ചോറും കൂട്ടാനൊന്നും വെക്കണ്ട ഇനി പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമ്മതിച്ച്. അങ്ങനെ ബിരിയാണി, കട്ടൻ ചായയും പഴം പുഴുങ്ങിയതായിട്ട് ഇന്നലെ അത്താഴം പെലച്ച കഴിച്ചു കേട്ടോ. അപ്പം ഞാനും ഇക്കയും ആദിമോനും പെലച്ചയ്ക്ക് എണീറ്റിട്ടുള്ളൂ. മനു പിന്നെ കിടക്കാൻ നേരത്ത് ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവും, കിടക്കാൻ നേരത്ത് ചോറിന്ന് കിടക്കും, ഇനി അത്താഴത്തിന് വിളിക്കണ്ടെന്നൊക്കെ പറയും. അങ്ങനെ അത്താഴത്തിന് എണീക്കാതെയാണ് ഒന്ന് നോറ്റിക്കണത് കേട്ടോ.
അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഒത്തിരി സങ്കടം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇന്നും രാവിലെ ഒന്നും വീഡിയോ, ഇന്ന് പണികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടാണ്, പാത്രം കഴുകലൊന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുവിധം ഷൂട്ട് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് താറാവൊക്കെ പോകുമ്പോൾ അല്ലെങ്കിലേ വളർത്തുന്ന സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് മക്കളെപ്പോഴും നോക്കി നടത്തുന്ന താറാവാണ് കേട്ടോ. അപ്പോൾ അവർ നഷ്ടമായപ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നുന്നില്ല. മിഞ്ഞാന്നൊക്കത്തെ 20 നോമ്പിൻ്റെ വീഡിയോ ഉണ്ട്, എഡിറ്റ് ചെയ്യാനൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മളെ വീഡിയോസ് വീഡിയോസ് കാണുന്നവർ നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം കേട്ടോ. ലൈക്ക് കൊടുത്തിട്ട് സപ്പോർട്ട് ആക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മളെ വീഡിയോസ് ഒന്ന് റീച്ചായി കയറുള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്നുള്ളത്. അത്രയ്ക്ക് തന്നെയാണ്. അപ്പോൾ മക്കളെല്ലാവരും മുട്ട വെക്കാനായിട്ട് പോയിക്കണം. ഞാൻ ഒരു മുട്ടയൊക്കെ വിറ്റിട്ടാൽ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് അവർക്ക് കഞ്ഞി വെക്കണം. കഞ്ഞി മതി, കഞ്ഞി വെക്കണം. പിന്നെ അച്ചാറോ മാങ്ങ ഉണ്ട്. ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു ഇന്നലെ ഭയങ്കര കാറ്റായിട്ട് അടുത്ത വീട്ടിലെ മുച്ചിമന്ന് ഞങ്ങളെ മുന്നിലേക്ക് കൂട്ടറൂട്ടുമൊക്കെ മാങ്ങ പോകും. അപ്പോൾ ഇന്നലെ ഒരു മാങ്ങ കിട്ടിയിരിക്കണം. അപ്പോൾ വലിയൊരു മാങ്ങ കിട്ടിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണം. അവർക്ക് കഞ്ഞിക്ക് ചമ്മന്തി ഒന്നും വേണമെന്നില്ല. അവർക്ക് കാടമുട്ട പൊരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അവർക്ക് മുട്ട പൊരിച്ചതാണ് ഏറ്റവും ഇഷ്ടം, കഞ്ഞിക്കായാലും ചോറ്റിക്കായാലും ഒക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടിക്കാണ്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് കഞ്ഞിയൊക്കെ തീമിടാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കളാണെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 5 മക്കളാണ് കേട്ടോ. 3 ആൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. അതിൽ മൂത്ത മോനെ +1 ആണ്, രണ്ടാമത്തെ മോന് 7ാം ക്ലാസ്സിലാണ്, മൂന്നാമത്തേത് 6ാം ക്ലാസ്സിലാണ്, നാലാമത്തെ പിന്നെ മോളാണ്, അവൾ 4ാം ക്ലാസ്സിലാണ്. പിന്നെ ചെറുത് പിന്നെ LKGയിലാണ്, അച്ചുട്ടി 5.5 വയസ്സായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. മൂത്ത മോനെ പിന്നെ വീഡിയോസിലൊന്നും നിങ്ങൾ കാണൂല കേട്ടോ. വീഡിയോയിലൊന്നും ഓൻ വരില്ല. ഓന് യൂട്യൂബ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഓനെ വീഡിയോയിലൊന്നും പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓനെ വീഡിയോയിലൊന്നും പെടുത്താത്തത് കേട്ടോ. പിന്നെ മറ്റുള്ളതൊക്കെ കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് എടുത്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം കേട്ടോ. ബൈ, താങ്ക് യു.